ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ 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 എന്താണ്, ഇവിടെ ചെന്നിത്തലയെ പൊക്കിക്കൊണ്ടുവരികയാണോ NSS, അതോ ആ ചർച്ചയ്ക്ക് എന്താണ്? അങ്ങനെ നിൽക്കുമ്പോൾ പോലും അവർ വിളിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവിനെയാണ്. ഇന്നിപ്പോൾ സുകുമാരൻ നായർ വേദിയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇന്ന് നമ്മുടെ യഥാർത്ഥത്തിൽ ഉദ്ഘാടനമായി വരേണ്ടത് അറ്റോർണി ജനറൽ ശ്രീ വെങ്കട്ടരമണിയായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ സുകുമാരൻ നായർ എന്ന് പറയുകയാണ് അദ്ദേഹം ചില സാങ്കേതിക കാരണങ്ങളാൽ വരുന്നില്ല. അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തോ ഒരു ചരിത്രമുണ്ട് എന്നൊരു ജേർണലിസ്റ്റ് ക്യൂരിയോസിറ്റി ഞാൻ അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഡൽഹിക്ക് ഇവിടുന്ന് ഒരു കത്ത് പോയി. ആ കത്തിൽ ആർക്കാണ്? ടു ശ്രീ വെങ്കട്ടരമണി, അറ്റോർണി ജനറൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മോത്തിലാൽ നെഹ്റു മാർഗ്, ന്യൂഡൽഹി എന്ന് പറയുന്ന രീതിയിൽ ഈ ജി സുകുമാരൻ നായർക്കെതിരെയുള്ള കേസുകൾ എന്താണ്? ഷെയറിംഗ് ഓഫ് ഡയസ് വിത്ത് പേഴ്സൺ അഗൻസ്റ്റ് ഹൂം കേസ് ആർ പെൻഡിംഗ് ഇൻ ഡിഫറെന്റ് കോർട്സ് ഇൻക്ലൂഡിംഗ് ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ കുറേയധികം 3 കേസുകളുടെ വിശദാംശങ്ങൾ വെച്ചിട്ട് കത്ത് പോവുകയാണ്. അതിന് സെക്കൻഡ് പാരഗ്രാഫ് പറയുന്നത് ഇങ്ങനെയാണ്: യുവർ കൈൻഡ് അറ്റൻഷൻ is also drawn to the fact that Mr. G. Sukumaran Nair, who is an ardent supporter of Congress-led United Democratic Front in Kerala, used to actively canvass for Congress candidates in state assembly and parliament elections and used to issue statements to defeat BJP in elections. So far, he did not invite any of the central ministers or any other dignitaries in Mannam Jayanti meetings held every year at Perunna. Moreover, he has undergone severe criticism from the Nair community when he denied permission to the then Deputy Prime Minister of India, Sri L.K. Advaniji, to visit Mannam Samadhi and pay homage to the great philanthropist Sri Mannathu Padmanabhan. It may be kindly be noted that Mr. Suresh Gopi, Honorable Minister of State in Central Cabinet, is also from the same Nair community, and Mr. Sukumaran Nair did not bother to invite him to the meeting. എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയം പറയുകയാണ് സെക്കൻഡ് പാരഗ്രാഫിൽ. ശ്രീ യുവരാജ് ഗോകുൽ, ഈ വെങ്കട്ടരമണിയുടെ വരവ് മുടക്കിയത് ഇവിടെ സുകുമാരൻ നായർ UDF-നോട് എടുക്കുന്ന അനുകൂല തീരുമാനമാണ്. ഇവിടെ LK അദ്വാനി വന്നപ്പോൾ കയറ്റിയില്ല, ഇവിടെ സുരേഷ് ഗോപി വന്നപ്പോൾ സ്വീകരിച്ചില്ല, അദ്ദേഹത്തെ വിളിച്ചില്ല. ഇവിടെ BJP-ക്ക് എതിരെടുക്കുന്ന നിലപാടാണെന്ന് ഇവിടുന്ന് പോയി ഡൽഹിയിലൊരു കത്താണ്. ഈ കത്തിൽ BJP കൈയുണ്ടോ യുവരാജ് ഗോകുൽ? അല്ല, ഈ കത്ത് എനിക്കറിയില്ല ഹാഷ്മി ഇപ്പോൾ വായിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കത്തിനെ കുറിച്ച് കേൾക്കുന്നത്. കുറച്ച് അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ഈ കത്ത് കേൾക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീധരൻപിള്ള സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പെരുന്നയിലെത്തുകയും മന്നം ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും പങ്കെടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീ സുരേഷ് ഗോപി തന്നെ പിന്നീട് ഒരിക്കലും പെരുന്നയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശ്രീ V. മുരളീധരൻ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പ് അവിടുന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പല ഭാഗങ്ങളിലും വ്യാപകമായിട്ട് തന്നെ നായർ വോട്ടുകൾ, NSS വോട്ടുകൾ തന്നെ ഔദ്യോഗികമായിട്ട് പോലും പലപ്പോഴും നമുക്ക് വരുന്ന ഒരു സാഹചര്യവും പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഹാഷ്മിയെ പോലെ ആരെങ്കിലും ടൈപ്പ് ചെയ്ത് അയച്ചതാവാനാണ് സാധ്യത തോന്നുന്നു. വേറെ സാധ്യത രാജ്യത്തിന്റെ അറ്റോർണി ജനറൽ അന്വേഷിക്കാൻ കഴിവില്ലാത്ത ആളാണ്. ആരെങ്കിലും ഒരാൾ ചുമ്മാ ഒരു കത്ത്, ഒരു ഊമക്കത്ത് അയച്ചാൽ അങ്ങോട്ട് വരവ് മുടക്കാം എന്നങ്ങ് തീരുമാനിക്കുമോ? അതൊന്നുമല്ല, അത് രാഷ്ട്രീയ തീരുമാനമാണ് യുവരാജ് ഗോകുൽ. അല്ലല്ല, അറ്റോർണി ജനറൽ അതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, അറ്റോർണി ജനറൽ ഒരു കത്ത് പോയിട്ടുണ്ട്. ആ കത്ത് എഴുതിയത് NSSകാർ തന്നെയാണ്. ആ കത്ത് എഴുതിയത് TK നായരും പ്രൊഫസർ ഗോപകുമാറുമാണ്. പ്രൊഫസർ ഗോപകുമാറും TK നായരുമാണ്. TK നായരുടെ രാഷ്ട്രീയ ഭാഷ താങ്കൾ പരിശോധിച്ച് നോക്കും, താങ്കൾ മനസ്സിലാവും. പ്രൊഫസർ ഗോപകുമാർ എന്ന് പറയുന്ന NSSന്റെ ആയുഷ്കാല മെമ്പറാണ്. അദ്ദേഹം ഒരു കരയോഗത്തിന്റെ ചാർജൊക്കെ ഉള്ള ഒരാളാണ്. ഈ 2 കത്ത്, ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെങ്കിട്ടരമണി ഇങ്ങോട്ടേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് യുവരാജ് ഗോകുൽ. അതിൽ BJP-യെ എന്താണ് ഇവിടെ UDF-ന് അനുകൂലമായി തീരുമാനമെടുക്കുന്നു. ആ പാരഗ്രാഫ് ലാസ്റ്റ് പറഞ്ഞ ഇങ്ങനെയാണ്: strong political alignment with the Congress. Instead, he invited Congress leader Ramesh Chennittala to deliver keynote address along with your book self. എന്ന് പറഞ്ഞാൽ BJP-ക്കാരെ ആരെയും വിളിക്കുന്നില്ല, എല്ലാവരും കോൺഗ്രസ്സുകാരെ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് കത്തിലെ പരാതി. NSS-നെ സംബന്ധിച്ച് അതിനകത്തുള്ള ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്യൂസ് ഉണ്ടാകുമായിരിക്കും. അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അയക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കത്ത് കിട്ടിയത് കൊണ്ട് മാത്രം അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ പിറകിൽ പ്രത്യേകിച്ച് സാങ്കത്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഏതൊരു പ്രസ്ഥാനത്തിനകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള കത്തുകളും പിന്നിൽ നിന്നുള്ള കുത്തുകളും ഒക്കെ പോകലുണ്ട്. അത് മറ്റൊരു സാഹചര്യമാണ്. അത് അതിൻ്റെ അകത്തുള്ള ഇന്റേണൽ ഇഷ്യൂ ആണ്. എന്തായാലും BJP ഔദ്യോഗികമായിട്ട് അതിനകത്ത് അത്തരത്തിലേക്ക് തലയിടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. BJP-ക്ക് അത്തരത്തിലുള്ള നിലപാടുകളുമില്ല. BJP നേതാക്കളെ മുൻവർഷങ്ങളിൽ പെരുന്നയിൽ വിളിച്ചിട്ടുണ്ട്. ശ്രീ സുകുമാരൻ നായരുമായിട്ട് വളരെ നല്ല ബന്ധം തന്നെയാണ് BJP-ക്ക് വേണ്ടിയുള്ള പിന്നിൽ കുത്താണ്. BJP ഔദ്യോഗികമായി അറിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും കത്തുപോയത് BJP-ക്ക് വേണ്ടിയുള്ള പിന്നിൽ കുത്താണ്. പിന്നെ 2 അങ്ങ് ഇവിടെ ചോദിക്കുന്നുണ്ട്.
അല്ലേ ഹാഷ്മി ആ കത്തിപ്പിടിച്ച് തൂങ്ങണ്ടാന്നേ. ആ കത്തുള്ളത് കൊണ്ടാണ് അദ്ദേഹം വരാത്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ കത്ത് കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം വരാത്തത് എന്ന് അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന് മറ്റു ചില അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം വരാതെ ഇരുന്നത്. അതിനെ നിങ്ങൾ ഈ കത്തുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല. BJP എന്തായാലും ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ട് BJP എന്തായാലും ഇത്തരം കാര്യങ്ങളുടെ പുറകിലൊന്നും പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. അത്രയ്ക്ക് രാഷ്ട്രീയമായ വിഡ്ഢിത്തരമൊന്നും BJP കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം മന്നം ജയന്തി പോലെ ഈ കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന, കേരളം മുഴുവൻ ആദരിക്കുന്ന സമുദായ ആചാര്യന്റെ ജയന്തി ദിവസത്തിൽ ഇത്തരത്തിലൊരു മുടക്കം വരുത്തുവാൻ വേണ്ടിയിട്ട് BJP ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ അത്തരത്തിലുള്ളൊരു ശ്രമത്തിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തോന്നി അവർ കത്ത് അയക്കുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് BJP എടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു കത്ത് പോയിട്ടുണ്ട്. ആ കത്തിൽ പറയുന്ന കാരണങ്ങൾ G. സുകുമാരൻ നായർക്കെതിരെ കേസുണ്ട്. അപ്പോൾ കേസുള്ള ഒരാളുമായി അറ്റോർണി ജനറൽ വേദി പങ്കിടുന്നതിലെ അസാംഗത്യം. രണ്ടാമത്തെ കാരണമായി പറഞ്ഞ രാഷ്ട്രീയ കാരണങ്ങളെ പറയുന്നത് BJP നേതാക്കളെ ഒന്നും അടുപ്പിക്കുന്നില്ല അങ്ങോട്ടേക്ക്. അവിടെ വിളിക്കുന്നത് കോൺഗ്രസ്സുകാരെ മാത്രമേ ഉള്ളൂ. UDFന് അലൈൻമെന്റ് പ്രഖ്യാപിക്കുന്ന ആളാണ് G. സുകുമാരൻ നായർ. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റിലും UDFന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ആളാണ്. സുരേഷ് ഗോപി പോലും ക്ഷണിക്കാത്ത ആളാണ് എന്ന ആ കാര്യം മാത്രമേ പറയുന്നുള്ളൂ രാഷ്ട്രീയ കാരണം. അതുകൊണ്ട് കത്ത് കിട്ടിയപ്പോൾ ചോദിച്ചു എന്നേ ഉള്ളൂ. ഹാഷ്മി അവിടെ തന്നെ ബ്ലണ്ടറാണ്. ഹാഷ്മി ആ കത്ത് അവിടെ തന്നെ ബ്ലണ്ടറാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NSSന് അത്തരത്തിലുള്ള നിലപാടുകളൊന്നും തന്നെ വോട്ടിലേക്ക് വന്നതിന്റെ പുറകില് NSSന്റെ ആവട്ടെ, SNDPയുടെ ആവട്ടെ, KPMSന്റെ ഒക്കെ ആവട്ടെ, അങ്ങനെ പല സമുദായ സംഘടനകളുടെയും വലിയ തരത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്. ഹാഷ്മി ആ കത്ത് ഫസ്റ്റ് ഹാൻഡിൽ തന്നെ അത് തെറ്റാണ്. ഫാക്ച്വലി തന്നെ BJPയുടെ വേദനകൾ പറഞ്ഞൊരു കത്ത് എഴുതിയ ആൾക്കാർ ആരൊക്കെയാണ് എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കൂ യുവരാജ്. ശരി, അല്ലല്ല, ഒരു ഇതിനകത്ത് അന്വേഷിക്കേണ്ടത് നോക്ക്, അവരുടെ വ്യക്തിപരമായ വിഷയത്തിൽ BJPയുടെ പുറത്ത് ചാരി അടിക്കാൻ നോക്കുന്നതായിട്ട് മാത്രമേ അത്തരം കത്തുകൾ കാണാൻ കഴിയുള്ളൂ. വെങ്കിട്ടരമണി വരാതിരുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം ഒരു ചരിത്രമാണ്. ആ ചരിത്രം വഴിയെ മനസ്സിലാവും. G. സുകുമാരൻ പറഞ്ഞിരുന്നു. ചരിത്രം എന്താണെന്ന് സ്വാഭാവികമായി ജേർണലിസ്റ്റിക് ആലോചനയിൽ പോയപ്പോൾ കിട്ടിയ കത്താണ് കേട്ടോ. ഞാൻ നമ്മുടെ ചർച്ച ഫോക്കൽ പോയിന്റ് അതല്ല.